ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് HSCക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു വീഡിയോ ആണ്. HSC പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും, വീട്ടിലെ ജോലികളാണെങ്കിൽ കഴിഞ്ഞിട്ട് പഠിക്കാൻ നേരം പോലുമില്ല. ഈ അവസ്ഥയിലൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം വീഡിയോ കണ്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി HSC പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ HSC പഠിക്കുന്നതിനെക്കുറിച്ച്. ആ കൺഫ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ കൺഫ്യൂഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കൺഫ്യൂഷൻ ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ്. HSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു റാങ്ക് ഫയൽ അവൈലബിൾ അല്ല. പല സബ്ജക്റ്റിനും നല്ല റാങ്ക് ഫയൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് HSC നാച്ചുറൽ സയൻസ് ആണ്, പക്ഷേ നാച്ചുറൽ സയൻസിൻ്റെ നല്ലൊരു റാങ്ക് ഫയൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണെന്നാണ് ചില ഫ്രണ്ട്സിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അപ്പോൾ HSCക്ക് പഠിക്കുമ്പോൾ നമുക്ക് MSc ലെവലിലുള്ള ബുക്സൊക്കെ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് +2 NCERT മുതൽ MSc ലെവലിലുള്ള ബുക്സ് വരെ നമ്മൾ കവർ ചെയ്താലാണ് നമ്മുടെ സിലബസിലെ സബ്ജക്റ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് HSCയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. ബിക്കോസ് നമുക്ക് ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. വി വിൽ ഗെറ്റ് PDF നോട്ട്സ് അല്ലേ, നമുക്ക് റെഡിമെയ്ഡ് നോട്ട്സ് കിട്ടും. ബാക്കി എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളത് മാത്രമേ നമ്മൾ നമ്മുടേതായ ഹോംവർക്ക് ചെയ്താൽ മതിയാവും അല്ലേ. പക്ഷേ തനിയെ പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നാലാമത്തെ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത് അൺഅഫോർഡബിൾ ഫീസാണ്. ഈ അഫോർഡബിൾ ഫീസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ തനിയെ പഠിക്കാതെ നിവർത്തിയില്ല അല്ലേ. നമുക്കൊരു ജോലി അത്യാവശ്യമാണ്, HSC ആവാനുള്ള താല്പര്യമുണ്ടെങ്കിൽ തനിയെ പഠിക്കാം. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരിക്കലും മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മടുത്തു പോകാനൊന്നും പാടില്ല. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. നമുക്ക് ബുക്സൊക്കെ മേടിച്ച് അല്ലെങ്കിൽ പഴയ MSc ബുക്സൊക്കെ എടുത്ത് നമ്മുടെ സിലബസ് വൈസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തൊരു കൺഫ്യൂഷൻ എന്ന് പറയുക, അപ്പോൾ നമുക്ക് ആ ഒരു ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറിയില്ലേ. പറ്റാവുന്നവരാണെന്നുണ്ടെങ്കിൽ കോച്ചിങ്സിന് ജോയിൻ ചെയ്യാം. അതെല്ലാം പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വയം ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി ചിലർക്കുണ്ട് ഇതിപ്പോൾ HSST ലൈനൊക്കെ നടക്കുവാണെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്. അവരുടെ കൺഫ്യൂഷൻ മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് HSST തമ്മിൽ ലൈക്കാണെങ്കിൽ പോലും ഒരു എക്സാം അവിടെ നടക്കും അല്ലേ. അത് സിലബസിൽ മാറ്റം വന്നിട്ടൊക്കെ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി ഒരു എക്സാം എന്തായാലും നടക്കും. ടീച്ചേഴ്സിന് അത്യാവശ്യമാണല്ലോ. കാലാകാലങ്ങളിൽ ടീച്ചേഴ്സ് റിട്ടയർഡ് ആവുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ എക്സാംസ് നടക്കും PSC ലെവലിൽ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. HSCക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഓൺ സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അതൊരിക്കലും നമുക്ക് നഷ്ടമാവില്ല. നമ്മുടെ കരിയറിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും തന്നെ ചെയ്യും. അപ്പോൾ എക്സാം വരികയാണെങ്കിൽ നമുക്ക് എഴുതുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. പഠിക്കുക എന്ന് ഇപ്പോൾ നമ്മളുടെ നിലവിൽ HSST ലയിക്കുകയോ അല്ലെങ്കിൽ HSC എന്ന് പറഞ്ഞ എക്സാം റദ്ദാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പോൾ നമ്മളങ്ങ് പഠിച്ചു തുടങ്ങുക. നമുക്കൊരിക്കലും അത് നഷ്ടമായിട്ട് മാറില്ല. നമ്മുടെ ഓൺ സബ്ജക്റ്റ് ആണല്ലോ. ഇനി വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം അല്ലേ. എന്ത് പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ദേ ഹാവ് നോ ഡൗട്ട്. ബിക്കോസ് അവർക്ക് റെഡിമെയ്ഡ് നോട്ട്സും ടൈം ടേബിളും ഒക്കെ ഉണ്ടാവും. ദേ ക്യാൻ സ്റ്റഡി. അവർ പഠിച്ചാൽ മാത്രം മതി. പക്ഷേ തനിയെ പഠിക്കുന്നവർ ഇപ്പോൾ അൺഅഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് താങ്ങാൻ സാധിക്കുന്നില്ല, ജോയിൻ ചെയ്തിട്ടില്ല എവിടെയും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ പഠിക്കാം. തനിയെ പഠിക്കുന്ന സമയത്ത് വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിലബസിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു.
അതിൽ തന്നെ നമുക്ക് ജി കെ പാർട്ടുണ്ട്. ജി കെ പാർട്ട് എല്ലാ സബ്ജക്റ്റിനും ജി കെ പാർട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെയിൽ ഇതുവരെയും HSCയിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കുക. അതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം ജി കെ പാർട്ടിൽ. ജി കെ അങ്ങനെ തന്നെ വിടരുത്, അതൊരു ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ജി കെ നമുക്ക് അതിൽ 50% മാർക്കെങ്കിലും ജി കെയിൽ 50% മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്നത് നമ്മുടെ റാങ്ക് ഉയർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒരിക്കലും ഫുള്ളായിട്ട് വിട്ട് കളയരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കെങ്കിലും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. അതിനാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ജി കെയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ സാധിക്കും. ഫസ്റ്റ് കമൻറ്റായിട്ട് അതൊന്ന് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ജി കെ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി പാർട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ നമ്മുടെ ഓൺ സബ്ജക്റ്റ് അതും പഠിക്കണം. അപ്പോൾ അത് എന്ത് പഠിക്കണം എന്നുള്ളത് സിലബസ് വൈസ് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷങ്ങളിലെ സിലബസുകൾ ഉണ്ടായിരിക്കും, അത് വെച്ച് പഠിക്കുക. ഈ നേരം വരെയും സിലബസ് മാറിയിട്ടില്ല. സിലബസ് മാറുന്ന സാഹചര്യത്തിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാർട്ട് അതെന്താണോ അതനുസരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അൺഅഫോർഡബിൾ ഫീസിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ കോച്ചിങ് ജോയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞു റെഡിമെയ്ഡ് നോട്ട്സ് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സമയം ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു പ്രോസസ്സ്, അതായത് ടൈം പോവില്ല. അപ്പോൾ നമുക്ക് ആ സമയം കൂടെ പഠിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ കൂടെ ഒരുപാട് പേര് പഠിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ മൂഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് പഠിക്കാൻ ഉള്ള ഇൻട്രസ്റ്റ് കൂടും. മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒരിക്കലും തകർന്നു പോവില്ല, തളർന്നു പോവില്ല, മടി വരില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അത് പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ തനിയെ പഠിക്കുക. തനിയെ പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല. നമ്മൾ കുറച്ച് മെനക്കെടണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ച് ടൈം എടുത്ത് കൂടുതൽ സമയം എടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുന്നവർക്കായിരിക്കും ഏറ്റവും നല്ല റാങ്ക് കിട്ടുക. ബിക്കോസ് റെഡിമെയ്ഡ് നോട്ട് കിട്ടുമ്പോൾ അത് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം മുഴുവൻ വായിച്ചിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ലാസ്റ്റത്തെ കൺഫ്യൂഷൻ, അതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നോ ടൈം ടു സ്റ്റഡി. നമ്മളിങ്ങനെ വീട്ടിലെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ, കുട്ടിയുടെ കാര്യങ്ങൾ, ജോലി സ്ഥലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നോ ടൈം ടു സ്റ്റഡി. HSC കിട്ടണം എന്നുണ്ട്, പക്ഷേ പഠിക്കാൻ സമയമില്ല. നടക്കണ കാര്യമാണോ? ഇല്ലല്ലേ. പഠിക്കാൻ സമയം കണ്ടെത്തിയേ പറ്റൂ. ഓക്കെ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതം എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ ഒരു നിമിഷത്തിൽ നമ്മളൊരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കുക. നമ്മളുടെ ചില റുട്ടീൻസിനൊക്കെ ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് വിചാരിച്ച് നമ്മളുടെ വീട്ടുകാര്യങ്ങൾ അങ്ങനെ തന്നെ ഉപേക്ഷിക്കാനോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാതെ പഠിക്കാനോ ഒന്നും ഞാൻ പറയില്ല. ബിക്കോസ് ഞാനൊരു അമ്മയാണ്. ഐ നോ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിലെ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ലൈഫ് വേണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും HSC നേടിയിട്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നോ ടൈം ടു സ്റ്റഡി എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെമഡി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, പരിഹാരം എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 അല്ല 3 ടൈം ടേബിൾ. അതെന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ. HSC കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരമായിട്ടുള്ള 3 ടൈം ടേബിളാണിത്. എ ലൈഫ് ടൈം ടേബിൾ, എ സ്റ്റഡി ടൈം ടേബിൾ, എ മീൽ പ്ലാനിങ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ HSC നേടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ലൈഫിലൊരു അടക്കം ചിട്ട ഉണ്ടാവാനും നമുക്ക് ഭയങ്കര റിലാക്സായിട്ട് നമുക്ക് ജീവിക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ. ഒരു ടൈം ടേബിൾ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളിൽ പലരും. നമുക്ക് സന്തോഷം വേണം അല്ലേ, എല്ലാം വേണം. പക്ഷെ ഒരു ടൈം ടേബിൾ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര പട്ടാള ചിട്ടയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള സമയം കണ്ടെത്തുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കാം.
ലൈഫ് ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞ് ഇന്നത് ചെയ്യുന്നു, ഇത്ര മണിക്ക് ഇന്നത് ചെയ്യുന്നു, ഇത്ര മണിക്ക് ഇന്നത് ചെയ്യുന്നു, രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള നമ്മളുടെ സമയം അനുസരിച്ചുള്ള ടൈം ടേബിളാണ് ഞാൻ ലൈഫ് ടൈം ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കില്ലേ, രാവിലെ എഴുന്നേൽക്കുന്നു, ഇത്ര മണിക്ക് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി നോക്കുമ്പോൾ നമുക്കതിൽ കുറച്ച് സമയം നമുക്ക് മനസ്സിലാവും, നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. ആ വേസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്താനും ഈ ലൈഫ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത, നമ്മൾ പലരും എന്താ ചെയ്യുക, ഈ ലൈഫ് ടൈം ടേബിളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയമാണ് നമ്മൾ സ്റ്റഡിക്കും എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ വേണ്ടി മാറ്റി വയ്ക്കുക. അതാണ് നമ്മൾ വീട്ടമ്മമാരുടെയും വർക്കിംഗ് വുമൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മണ്ടത്തരം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയമല്ല സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടത്. ഞാനൊന്ന് വിചാരിക്കുകയാണ്, ഞാൻ ഇന്ന് 3 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് അല്ല കേട്ടോ, 4 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 മണിക്കൂർ നമ്മളുടെ ലൈഫ് ടൈം ടേബിളിൽ നിന്ന് കണ്ടെത്തി അതാദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് വേണം ലൈഫ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ഒരു 9 മണിയാകുമ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമോ, ലഞ്ച് നിങ്ങൾക്ക് ഒരു 1 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും, 12 മണി ഇരുന്നോട്ടെ, 12 മണിയാകുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ 9 മണി തൊട്ട് 12 മണി വരെയുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ലഞ്ച് പ്രിപ്പറേഷനും സ്റ്റഡിയും ചെയ്യാം. ഒന്ന്, ഈ 9 മണി തൊട്ടിട്ട് ഒരു 10 മണി അല്ലെങ്കിൽ 10:30 വരെയൊക്കെ നമ്മൾ ലഞ്ച് കൂടെ ചെയ്ത് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു 10:30 ഇരിക്കാം. ഓക്കെ, എന്നിട്ട് പഠിക്കാം. ഫുഡ് കഴിക്കുന്നത് വരെ 12:30 വരെ പഠിക്കാം, 12 മണി വരെ പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 to 11 പഠിക്കും, ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ്. 11:00 ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുൻപിൽ എന്താണ്, 9 to 11 കൃത്യമായിട്ട് വളരെ റിലാക്സ് ചെയ്ത് എനിക്ക് പഠിക്കാൻ സാധിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതേസമയം 11 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ലഞ്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ട്, 12 മണിക്ക് തീർക്കണം, 1 മണിക്കൂർ കൊണ്ട് ലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് പണി തീർക്കണം. അത് ഞാൻ തീർക്കും. കാരണം 12 മണിയാകുമ്പോൾ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഫുഡ് കൊടുക്കണം, വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാനത് തീർത്തിരിക്കും. അതേസമയം നമ്മൾ 9 മണി തൊട്ടിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നു, നമ്മുടെ മുന്നിൽ 12 മണി വരെയുള്ള ടൈമാണ് നിൽക്കുകയുള്ളൂ, പഠിക്കാനുള്ള ടൈമല്ല നിൽക്കുക. അപ്പം നമ്മളത് വളരെ സ്ലോവിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പണി കഴിഞ്ഞ് വന്ന് പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ടയേർഡാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ചില ടിപ്സ് നമുക്കറിയാലോ, നമ്മളെങ്ങനെയാണ് കംഫർട്ടബിൾ ആവുന്നത്, അങ്ങനത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമല്ല, നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം കൊണ്ട് വീട്ടുജോലികൾ തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണം. അപ്പോൾ ലൈഫ് ടൈം ടേബിൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള സമയമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ സ്റ്റഡി ടൈം ടേബിളും കൂടി ഇൻക്ലൂഡഡ് ആവണം. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ വേറെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഈ ലൈഫ് ടൈം ടേബിളുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈം ടേബിളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് ലൈഫ് ടൈം ടേബിളിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇത്ര മണി സ്റ്റഡി ടൈം ടേബിൾ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സമയം മാത്രമല്ല എന്ത് പഠിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വയ്ക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ 1 മാസത്തേക്കൊക്കെ ഒന്നിച്ച് നിങ്ങൾക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റഡി ടൈം ടേബിൾ. അപ്പോൾ ഇത്ര ടോപ്പിക്ക് 1 മാസം കൊണ്ട് തീർക്കുമെങ്കിൽ അത് ഒരു ദിവസത്തിൽ എങ്ങനെ നമ്മളതിനെ ഭാഗിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് എഴുതി വയ്ക്കാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇന്നത് തീർക്കണം, ഇത്ര പേജ് തീർക്കണം, അത് നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ അതങ്ങനെ തീർത്ത് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ടാർഗറ്റിലേക്ക് 1 മാസത്തിലേക്ക് എത്താണ് ചെയ്യുക. ഓക്കെ, അതായത് ആദ്യം നിങ്ങൾ 1 മാസം കൊണ്ട് ഇന്ന ഭാഗം മുഴുവൻ കംപ്ലീറ്റ് കവർ ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ട് അതിന് നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടോപ്പിക്സായിട്ട് കൊടുക്കണം. അത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തത് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് സ്റ്റഡി ടൈം ടേബിൾ. ഇനി
മീൽ പ്ലാനിങ് എന്ന് പറയുന്നത് HSA പഠനവുമായിട്ട് എന്ത് ബന്ധം എന്ന് വിചാരിക്കേണ്ട, ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അതായത് ഈ ലൈഫ് ടൈം ടേബിളിൽ നമ്മൾ സ്റ്റഡിക്കുള്ള ടൈം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതുപോലെ ഒരു മീൽ പ്ലാനിങ് നമ്മൾ നടത്തിയാൽ നമുക്ക് കുറേ നമ്മൾ കളയുന്ന സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതായത് ഇന്ന് എന്തുണ്ടാക്കും, ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കും, എന്ത് ലഞ്ച് ഉണ്ടാക്കും എന്നാലോചിച്ച് തന്നെ നമ്മൾ ഒരുപാട് സമയം കളയാറുണ്ട്. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ അടുക്കളയിൽ കയറിയാൽ നമ്മുടെ സമയം മുഴുവൻ പോകും. അതിന് മുന്നേ നിങ്ങളൊരു ഒരാഴ്ചത്തിലേക്കുള്ള മീൽ പ്ലാനിങ് തയ്യാറാക്കി വയ്ക്കുക. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മൺഡേ ഇന്നത്, ട്യൂസ്ഡേ ഇന്നത് എന്ന് മാർക്ക് ചെയ്ത് ഓരോ ബോക്സിലാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെടുത്ത് ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് അതിന് എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, തേങ്ങ ചിരവി വയ്ക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ വീട്ടിലെ അംഗങ്ങളിൽ കൂടി ഈ വെജിറ്റബിൾ കട്ടിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളൊരു വാശി നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി മീൽ പ്ലാനിങ് ചെയ്യുന്ന ആ ഒരു ടൈം ടേബിളിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഉൾപ്പെടുത്തണം. നമ്മുടെ വീട്ടിലെ ക്ലീനിങ് തുടങ്ങിയ സംഭവങ്ങൾ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യും, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചെയ്യും. ഇപ്പോൾ വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. ഓക്കെ. അതുപോലെ ബാത്റൂംസൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, ദിവസവും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് അതിനൊരു സമയം നമുക്ക് കളയേണ്ടി വരില്ല. ഓക്കെ. അപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശി നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു ഷെയറിങ് ഓഫ് ലേബർ കൊടുക്കണം. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. അങ്ങനെ സഹായിക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് വീട്ടിലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അതായത് എന്നും 2 നേരം അടിച്ച് തുടയ്ക്കുക എന്നുള്ള രീതിയൊക്കെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ ജോലികൾ ഒതുക്കി തീർക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഈ 3 ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൺഫ്യൂഷൻസും ഒഴിവാക്കി പഠിക്കാനുള്ള സമയം കണ്ടെത്താനും ജീവിതത്തിലൊരടുക്കം ചിട്ടി ഉണ്ടാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി HSA കുറിച്ച് മാത്രം സ്പെഷ്യലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HSAയിൽ GK പാർട്ടുണ്ട്. ആ GK പാർട്ട് നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. പിന്നെ സൈക്കോളജി പാർട്ടുണ്ട്, അതും കളയാനായിട്ട് സാധിക്കില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളുടെ സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വാരി വലിച്ച് പഠിക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നന്നായി കവർ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ GK പാർട്ട് വെച്ച് HSA ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മൾ GK പാർട്ട് കേരള റിനൈസൻസ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് HSA എല്ലാ സബ്ജക്റ്റുകാർക്കും വേണ്ടിയിട്ടുള്ള GK പാർട്ട് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ അതിൽ പറയാനുള്ളത്, നമുക്കിതുവരെയും HSA ഇംഗ്ലീഷിലായിരുന്നു GK പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ പരമാവധി തരാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ ചാനലിൽ വീഡിയോസ് വരുന്നത് കാത്തിരിക്കുക. നല്ലൊരു GK വീഡിയോ ആയിട്ട് നമ്മൾ വരും HSAക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മറക്കണ്ട, GKയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്